വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത മുൻ DCC ട്രഷറർ NM വിജയന് പിന്നാലെ മരുമകൾ പത്മജ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതോടെ കരാർ രേഖ ആരോപണത്തിൽ കുടുങ്ങി കോൺഗ്രസ്. NM വിജയന്റെ കുടുംബത്തിന് പാർട്ടി ധനസഹായം നൽകുമെന്ന് ഒപ്പിട്ട കരാർ രേഖ നൽകുന്നില്ലെന്ന് പത്മജ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് പത്മജയുടെ ആത്മഹത്യാ ശ്രമം. അങ്ങനെയൊരു കരാർ തന്നെ നിലവിലില്ലെന്നാണ് KPCCയുടെ വാദം. എന്നാൽ കരാർ തയ്യാറാക്കിയിരുന്നുവെന്നും KPCC നേതൃത്വം ചോദിച്ചപ്പോൾ താൻ മേടിച്ചു നൽകിയെന്നും T സിദ്ദിഖ് പറയുന്നു. 9 മാസങ്ങൾക്ക് മുൻപാണ് DCC ട്രഷററായിരുന്ന NM വിജയനും മകൻ ജിജേഷും വിഷം കഴിച്ച് മരിച്ചത്. വിജയന്റെ ആത്മഹത്യാക്കുറിപ്പും തെളിവുകളും പുറത്തുവന്നത് വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ, PV ബാലചന്ദ്രൻ എന്നിവരുടെ പേരുകളടക്കം വിജയൻ കത്തിൽ പരാമർശിച്ചിരുന്നു. വൻ സാമ്പത്തിക ബാധ്യത വിജയൻ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തി. ആളുകൾക്ക് നിയമനം വാഗ്ദാനം ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ടാണ് വിജയന് കടബാധ്യത വന്നതെന്നും ആരോപണമുയർന്നിരുന്നു. NM വിജയന് 2.5 കോടി രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നു. സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുമെന്ന് KPCC ഉപസമിതി കുടുംബത്തിന് ഉറപ്പ് നൽകി. എന്നാൽ ഇത് വീട്ടാമെന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വം വഞ്ചിക്കുകയായിരുന്നുവെന്ന് പത്മജ കഴിഞ്ഞ ദിവസം പറഞ്ഞു. പണം നൽകാമെന്ന കരാർ T സിദ്ദിഖ് MLA ആണ് ഒപ്പിട്ടത്. എന്നാൽ ഒപ്പിട്ട രേഖ വാങ്ങാൻ അഭിഭാഷകന്റെ അടുത്ത് പോയപ്പോൾ സിദ്ദിഖ് ദേഷ്യപ്പെട്ടുവെന്ന് പത്മജ പറഞ്ഞു. എൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ചൂടായി സിദ്ദീഖ് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് നീ ആരോട് ചോദിച്ചിട്ടാണ് വക്കീലിൻ്റെ ഓഫീസിൽ പോയതെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ ചെയ്തത് ശരിയായ ഏർപ്പാടാണെന്ന് ചോദിച്ചപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് അത് KPCCയിൽ സണ്ണി ജോസഫിന് പഠിക്കാൻ കൊണ്ടുപോയി എന്നാണ് പറഞ്ഞത്. ആ എഗ്രിമെന്റിൽ എന്താ അവർക്ക് ഇത്രമാത്രം പഠിക്കാനുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ ഞങ്ങൾക്ക് അവരൊന്നും ചെയ്തു തന്നിട്ടില്ല എന്ന് മാത്രമല്ല ഇപ്പം ഞങ്ങൾ ഫോൺ വിളിച്ചിട്ട് അവരെടുക്കുന്നുമില്ല. അതുകൊണ്ട് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിനോട് ഞങ്ങൾക്കുള്ള വിശ്വാസം പരിപൂർണമായിട്ടും അവസാനിച്ചിരിക്കുകയാണ്. NM വിജയന്റെ കുടുംബത്തിന് പാർട്ടി വാക്ക് പാലിക്കില്ലെന്ന തോന്നലുള്ളതുകൊണ്ടാണ് കരാർ ഉണ്ടാക്കിയതെന്നാണ് T സിദ്ദിഖിന്റെ ആരോപണം. കരാർ തയ്യാറാക്കിയിരുന്നുവെന്നും KPCC നേതൃത്വം ചോദിച്ചപ്പോൾ താൻ മേടിച്ചു നൽകിയതാണെന്നും T സിദ്ദിഖ് പറയുന്നു. എഗ്രിമെന്റ് ഉണ്ടാക്കിയത് അവർക്കൊരു തോന്നലുണ്ട്, പാർട്ടി പറഞ്ഞ കാര്യങ്ങൾ പാലിക്കില്ല എന്നുള്ളത്. ഇടയ്ക്ക് 2 തവണ അവര് പത്രക്കാരോട് സംസാരിക്കുന്ന 2ഓ 3ഓ തവണ പത്രക്കാരോട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവർക്ക് ഈ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഞാനാണ് ഇനീഷ്യേറ്റീവ് എടുത്ത് പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞത് ഇങ്ങനെ ഒരു എഗ്രിമെന്റ് വെക്കണം അവരെ ബോധ്യപ്പെടുത്താൻ. അതിന്റെ അടിസ്ഥാനത്തിൽ വക്കീൽ ഓഫീസിൽ എഗ്രിമെന്റ് എഴുതി. പ്രധാനമായും 3 കാര്യങ്ങളാണ് രേഖയിൽ എഴുതിയിരുന്നതെന്നും T സിദ്ദിഖ് വ്യക്തമാക്കി. ഇവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടി പാർട്ടി 20 ലക്ഷം കൊടുക്കും. രണ്ടാമത്തെ കാര്യം, ഇവരുടെ അഹല്യയിലുള്ളതായിരിക്കുന്ന ബാധ്യത അത് 20+ ആണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. ആ ബാധ്യത പാർട്ടി ഏറ്റെടുത്ത് അഹല്യയായിട്ട് സംസാരിച്ച് പരമാവധി ഡിസ്കൗണ്ട് ഒക്കെ വാങ്ങി ഞങ്ങൾ സെറ്റിൽ ചെയ്തോളാം. മൂന്നാമത്തെ കാര്യം, അവരുടെ സ്ഥലമുള്ളതായിരിക്കുന്ന ആധാരം ഉൾപ്പെടെ 60-something lakhs ഇപ്പോൾ അതിന്റെ പെൻഡിങ് ഡ്യൂ. അത് പാർട്ടി ഏറ്റെടുത്ത് കൈകാര്യം ചെയ്തോളാം. NM വിജയന്റെ കുടുംബം ഉന്നയിച്ച ആരോപണത്തിൽ പാർട്ടിക്ക് അവരുടെ ആവശ്യങ്ങൾ മുഴുവൻ നിർവഹിക്കാനാവില്ലെന്നാണ് KPCCയുടെ നിലപാട്. കുടുംബവുമായി ഉണ്ടാക്കിയ കരാർ തെറ്റാണെന്നും അങ്ങനെ ഒരു കരാർ നിലവിലില്ലെന്നുമാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. പാർട്ടിക്ക് അവരുടെ ആവശ്യം മുഴുവൻ നിറവേറ്റി കൊടുക്കാൻ പറ്റുമോ? സാധിക്കുമോ? ഒരു കൺസിഡറേഷനും കോൺഗ്രസ് പാർട്ടിക്ക് ഇല്ലല്ലോ. അങ്ങനെ ഒരു കരാറേ ഇല്ല. അങ്ങനെ കരാറുണ്ടെങ്കിൽ അത് ഓയിഡാണ്, അഭിനേഷോ ഓയിഡ്. അതൊക്കെ ആരംഭത്തിൽ തന്നെ അത് തെറ്റാണ്, അൺവാലിഡാണ്. വയനാട്ടിലെ കോൺഗ്രസ് ഗ്രൂപ്പ് പ്രശ്നങ്ങളും ആത്മഹത്യാ ആരോപണങ്ങളും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതിനിടെയാണ് കരാർ രേഖാ വിവാദവും. ന്യൂസ് മലയാളം, വയനാട്.